തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എനിക്ക് എന്നെ കഷ്ടപ്പെടുത്തി. കാരണം എൻ്റെ മക്കളെ പിന്നെ ESI നമ്മൾ അർജൻറ്റായി കൊണ്ടുവന്ന ആ കുട്ടികളെ ഞാൻ അന്നേരം ചെന്ന് പറഞ്ഞ് എൻ്റെ മക്കളെ എങ്ങനെയെങ്കിലും അങ്ങ് ICയിൽ കയറ്റി രക്ഷപ്പെടുത്തിത്താ എന്ന് പറഞ്ഞിട്ട് അവർ പറഞ്ഞ് അച്ഛാ കുഴപ്പമില്ല, ICയിൽ ബെഡില്ല, അച്ഛൻ പോയി 2 പാ മേടിച്ചുകൊണ്ട് പോവാം. ആ പായ കൊണ്ടുവന്ന് അവിടെ പായി കിടത്തണം. ഇവിടെ എല്ലാം ഇരിക്കുന്നവരെല്ലാവരും പായിലാണ് കിടക്കുന്നത്. അച്ഛനും ആ കുട്ടികളെ കൊണ്ടുവന്ന് പായിൽ കിടത്തണം. അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെയല്ല, IC കിടത്താൻ അവിടുന്ന് പറഞ്ഞു വിട്ടതാണ്, അത് നിങ്ങളത് ഉപേക്ഷ വിചാരിക്കരുത്. അച്ഛാ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, ഞങ്ങളാ എന്ന് പറഞ്ഞിട്ട് 2-3 ഗുളികയ്ക്ക് എഴുതി തന്നല്ലാതെ അവരിതിനകത്ത് അത് ഒരു കാര്യം അത് കുട്ടികൾ അന്വേഷിച്ചത് പോലില്ല. അത് പോട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ എൻ്റെ മക്കളിങ്ങനെ ഒമറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഞാൻ ചെന്നത് തുടച്ച് വാരും. ആ വെള്ളത്തിൽ കിടക്കുക അവർ. അപ്പോഴും ചോര ചെല്ലുമ്പോഴത്തേക്ക് ഇവർ ഗുളികയും മരുന്ന് മറ്റുള്ള രോഗികൾ കൊടുക്കുമ്പോഴത്തേക്കും ഞാൻ ഡോക്ടർമാർ ചെന്ന് പരാതി പറയും, സാറേ എൻ്റെ മക്കളെ ഒന്ന് നോക്ക്, അവരുടെ സ്ഥിതി ഒന്ന് നോക്ക്. അതുപോലും ചെയ്തില്ല. കാരണം ഇത് ഒരു രോഗിയുടെ അവസ്ഥ എന്താണെന്ന് ഒരു ഡോക്ടറിന് അറിയാം. അതുപോലും മാനിക്കാത്ത രീതിയിൽ എന്നോട് ഭയങ്കര രീതിയാണ് ചെയ്ത് വെച്ചത്. കാരണം ലാസ്റ്റ് എൻ്റെ മൂത്ത മോള വായിൽ നിന്ന് ബ്ലഡ് വന്നപ്പോഴത്തേക്ക് ഞാൻ വാരിയെടുത്തൊരു സ്റ്റാൻഡിൽ വെച്ച്, കാരണം എന്നിട്ടും ഞാൻ പറഞ്ഞു സാറേ എങ്ങനെയെങ്കിലും നിങ്ങൾ കൊണ്ടുപോയി, ഞാൻ വാരി ആ സ്റ്റാൻഡിൽ വെച്ചിട്ട് പറഞ്ഞു സാറേ ഇതിനെ എങ്ങനെയെങ്കിലും നിങ്ങൾ രക്ഷപ്പെടുത്തിത്താ. അപ്പോഴും എൻ്റെ ഇളയ മോൾ അവിടെ ഇരിക്കുക, ഒരു മോളക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു. അതിനെങ്കിലും കൊണ്ടുവന്ന് നിങ്ങൾക്ക് അറിയാവുന്ന അതിനും ഇതുപോലെ വരുന്നതാണെന്ന് അറിയാം. അതിനെങ്കിലും കൊണ്ടുവന്ന് നിങ്ങൾ ഇത് ചെയ്യാൻ പറഞ്ഞിട്ട് അവരാരും അത് ചെയ്തില്ല. ഉപേക്ഷക്കുറ്റം തന്നെ. രണ്ടാമത് എൻ്റെ ഇളയ മോനാണ് ഫസ്റ്റ് സ്റ്റാർട്ടിങ് വന്നത്. ആ സ്റ്റാർട്ടിങ് വന്നപ്പോഴേ ഞാൻ ഹെൽത്തിനെ വിളിച്ച് ഞാൻ പറഞ്ഞ് സ്ഥലം പിന്നെ നെടുമ്പന പഞ്ചായത്തിലെ വാർഡ് മെമ്പറെ വിളിച്ച് പറഞ്ഞ് മെമ്പറെ ഒന്ന് വിളിച്ച് പറയണം, ഹെൽത്തിലൊന്ന് വിളിച്ച് പറയണം, നിങ്ങൾ അവിടുത്തെ ആ ജനങ്ങളെങ്കിലും എൻ്റെ മക്കൾ പോകുന്നെങ്കിൽ പോട്ടെ, പക്ഷേ അവർ ജനങ്ങൾ അറിയണം അവിടെ എന്താണ്, അവിടെ മൊത്തം മാലിന്യം കെട്ടി നിൽക്കുകയാണ്. ആ മാലിന്യം ഒഴിവാക്കി അവിടെ എന്തെങ്കിലും ഒരു സുരക്ഷിതം കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ട് അവർ കേട്ടിട്ടില്ല. കാരണം ഹെൽത്ത് പറയുന്നതെന്ന് പറഞ്ഞാൽ റിപ്പോർട്ട് കൊടുക്കാനാണ് അന്നേരം പറയുന്നത്. എൻ്റെ കുട്ടി ആ റിപ്പോർട്ട് അവിടെ മെഡിക്കൽ കോളേജിൽ ചികിത്സ പോലും ഇല്ലാതെ കിടക്കുന്ന എനിക്കെന്തോ റിപ്പോർട്ട് ഞാൻ ഇവർക്ക് കൊടുക്കാനാ. അപ്പോൾ ഇവർ നേരിട്ടെങ്കിലും ചോദിക്കണം. ഞാൻ അന്നേരം ഹെൽത്ത് എന്നോട് ചോദിച്ചു, സാറ് നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ അവിടുത്തെ ഡോക്ടറോട് ചോദിര് ഇതെന്താ രോഗമാണ്, നിങ്ങൾ ചോദിച്ചറിഞ്ഞ് അതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യും. അതുപോലും ചെയ്തില്ല. എന്നിട്ട് എൻ്റെ മക്കളും ഞാനും ഇവിടെ നിൽക്കവേ ഞങ്ങൾ ഉള്ളപ്പോഴും ഇവർ വന്ന് അന്വേഷിച്ചു. പക്ഷേ ഞങ്ങൾ കണ്ടില്ല, കേട്ടില്ല. അവർ വന്നെങ്കിൽ ഈ 2 മരിച്ച കുട്ടികളെ അവർക്ക് രക്ഷപ്പെടുത്താമായിരുന്നു. കാരണം എവിടെയെങ്കിലും കൊണ്ടുപോയി ഇന്ന രോഗമാണ് ഇന്ന രീതിയാണെന്ന് അവർക്ക് അറിയാമായിരുന്നു. പക്ഷേ അതുപോലും അവർ ചെയ്തില്ല. അങ്ങനെ എൻ്റെ മക്കളെ കൊന്നത് അവർ തന്നെയാണ്.